ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോ ചെയ്യുന്നതിൽ കുറച്ച് ഡിലേ ആണ് നമ്മൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എന്റെ ഓഡിയോ എന്ന് പറയുന്നത് പൊതുവേ ഒരു പ്രൊഫഷണൽ അല്ല. ഞാനൊരു ഹോബിസ്റ്റ് ആണ്. ഓഡിയോയിൽ ഇഷ്ടം കൊണ്ട് ഒരു ഭ്രാന്ത് കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്റെ പ്രൊഫഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കമ്പനിയിൽ ടെക്നിക്കൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ആ മെഷീനറികളുടെയൊക്കെ മെയിന്റനൻസ്, മറ്റുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രോബ്ലം ട്രബിൾ ഷൂട്ടിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സൺഡേയിൽ വരെ ചിലപ്പോൾ വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവ് സമയം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികം ഇടാത്തത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു 5.1 ആംപ്ലിഫയർ, എന്റെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ TDA 2030 IC ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ ചെറിയൊരു ആംപ്ലിഫയർ ആണ്. അപ്പൊ അതിനൊന്ന് അപ്ഡേറ്റ് ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു 5 ചാനൽ ബോർഡ്, നമ്മുടെ മേക്കിംഗ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ചാനൽ ബോർഡിന്റെ 2 ചാനൽ നമ്മൾ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഐറ്റം ഇതാണ് കേട്ടോ. ഇത് 5 ചാനൽ ബോർഡ് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് ഇതാണ്ടോ. ഇതൊരു ടിപ്പ് 140 to 147 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. ഇത് നമ്മൾ 5 ചാനലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് എന്ത് ചെയ്യാം, 5 ചാനൽ ബോർഡായിട്ട് യൂസ് ചെയ്യാം. ഇനി ഒരു സബ് വൂഫർ, നമുക്കൊരു ആംപ്ലിഫയർ കൂടി വേണം, ആംപ്ലിഫയർ ബോർഡ് കൂടി വേണം. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബോർഡുകൾ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കിട്ടുന്ന ബോർഡ് ചെയ്യുന്നൊരു ഇതല്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ടൊരു ബോർഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഡിസൈനർ ഒന്നുമല്ല. പക്ഷെ എങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ടുകൾ, ഒരു ഡിസൈൻ, ആരെങ്കിലും ഡിസൈൻ ചെയ്ത ആംപ്ലിഫയറിന്റെ ഡിസൈൻ അല്ല, അതിന്റെ സർക്യൂട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ PCB ഒക്കെ ആക്കി മാറ്റാനൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു PCB ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് LJ504, അതായത് ലിയാഡൽ ജോഷി എന്ന ഡിസൈനറാണ്, ഒരു ആംപ്ലിഫയർ മാനുഫാക്ചറർ ആണ്. ലിയാഡൽ എന്ന പേരിൽ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിസൈൻ LJ504 എന്നൊരു ഡിസൈൻ 50 വാട്ട്സ് പെർ ചാനൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 5 ചാനൽ ബോർഡ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് സബ് വൂഫറിന് ഒരു ആംപ്ലിഫയർ ബോർഡ് കൂടി ഉണ്ടാക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറെ ഡിസൈൻസ് ഇങ്ങനെ നോക്കിയത്, നമുക്ക് ഒരുപാട് വാട്ട്സ് ഒന്നും വേണ്ട. നമ്മളൊരു 150 വാട്ട്സോ അല്ലെങ്കിൽ 200 വാട്ട്സ് താഴെയുള്ള ഒരു ഇതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു 10 ഇഞ്ച് സബ് വൂഫറാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ആംബ് ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ്. അപ്പൊ കുറെ ഡിസൈൻസ് നോക്കിയതിൽ എനിക്ക് ഇപ്പൊ വിദേശത്തുള്ള ചില ഡിസൈനേഴ്സിന്റെ ഡിസൈൻസ് ഒക്കെയാണ് നമ്മളിപ്പോ നോക്കിയത്. അതിൽ സബ് വൂഫറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഡിസൈൻസിൽ ഒരു റഷ്യൻ ഡിസൈൻ ഉണ്ട്. ഒരു ലാൻസർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ലാൻസർ പോലത്തെ കമ്പനി ഇറക്കിയ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും ആ ഒരു ഡിസൈൻ സബ് വൂഫേഴ്സിന് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. റഷ്യ പോലെയുള്ള രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിസൈൻ നമ്മൾ എടുത്തിട്ടൊന്ന് നമ്മുടേതായ രീതിയിൽ PCB ഒക്കെ അടിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കിയല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ PCB നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളൊരു ആംപ്ലിഫയർ ആക്കി അസംബിൾ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. PCB ഒന്ന് ഉണ്ടാക്കി അസംബിൾ ചെയ്ത് അതിന്റെ ഫുൾ വീഡിയോ ഒന്ന് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ ഒരു ആംപ്ലിഫയർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് റഷ്യയിലൊക്കെ പോപ്പുലറായ ലാൻസർ എന്ന പേരിലുള്ള ഒരു ആംപ്ലിഫയർ ഡിസൈൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തി ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ. ഇത് എനിക്കൊരു DIY ഓഡിയോ ഫോറം വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു PCB ലേഔട്ടിന്റെ ഒരു ബേസിക് സ്ട്രക്ചറും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ സ്പ്രിന്റ് ലേഔട്ട് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു ഡിസൈൻ, ആംപ്ലിഫയർ ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തത്. ഈ ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലോസി പേപ്പറിൽ ഇത് പ്രിന്റ് ചെയ്തിട്ട് അത് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യിച്ചിട്ട് നമ്മുടെ PCBയിലേക്ക് നമ്മൾ പ്രിന്റ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഫെറിക് ക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് അത് എടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു PCB എച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ എല്ലാ ആംപ്ലിഫയർ മേക്കിങ്ങിലും അത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. കാരണം അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ PCB ഞാൻ കമ്പോണൻസ് ഇട്ട് മേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്തതാണ് തോന്നുമെങ്കിലും ഇത് ഒരുപാട് നാളെടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. കാരണം നമുക്കിപ്പോൾ തിരക്ക് ഉള്ളതുകൊണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഞാനിത് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളെടുത്തിട്ടൊക്കെയാണ് ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതിലൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഡിലേ വരുന്നത്. കാരണം നമുക്ക് പഴയ പോലെ അല്പം തിരക്കുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് ഇതിന് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ടെസ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ മൾട്ടിമീറ്ററോ മറ്റോ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതിലേക്ക് ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം ഇത് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ ഈ കംപ്ലയിൻ്റ് ആയ കമ്പോണൻറ്റ് മറ്റു കമ്പോണൻസിനെ കൂടി കേടുവരുത്താനുള്ള സാധ്യതയും ഉണ്ട്.
സോ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഹോം മെയ്ഡ് ചെയ്യുന്ന PCBകളിൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ട്രാക്കുകൾ തമ്മിൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളത് ട്രാക്കുകൾ തമ്മിൽ കയറി പിടിച്ചിട്ടില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് പവർ കൊടുക്കുക. ഫൈനലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളെ നമുക്ക് ഹീറ്റ് സിങ്കുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ അത് ബോഡിയായിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ട്രാൻസിസ്റ്ററുകളുടെ ഒരു ഹീറ്റ് സിങ്കിൻ്റെ ഭാഗം നമ്മൾ ഹീറ്റ് സിങ്കുമായിട്ട് ഡയറക്റ്റ് ടച്ച് ആവാൻ പാടില്ല, ഇലക്ട്രിക്കലി കണ്ടക്റ്റഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു മൈക്ക ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്ക ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിനെ കടത്തി വിടുകയും അതോടൊപ്പം തന്നെ ഇത് എന്ത് ചെയ്യും, ഇലക്ട്രിക്കലി അത് ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. കൂടാതെ നമ്മളൊരു ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടും അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ PCBയിൽ നമ്മൾ കമ്പോണൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഹീറ്റ് സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആൾമോസ്റ്റ് അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോർഡ് നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ 27 ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സാധാരണ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത് 4700. അത് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഒരു ആംപ്ലിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 35 അടുത്ത് വോൾട്ടേജ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് DC. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻപുട്ടാണ്. ഇൻപുട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് USB പ്ലെയർ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഔട്ട് എടുത്തിട്ടാണ് ഒരു വോളിയം കൺട്രോൾ വഴി ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ ചാനലാണ് ഇപ്പം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ചാനൽ ഞാൻ എൻ്റെ വോളിയം കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഔട്ട് സ്പീക്കർ ഔട്ട് നമ്മൾ ഈ ഒരു എൻ്റെ ഒരു സ്പീക്കറിലേക്ക് നോർമൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്പീക്കറാണ്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സബ്വൂഫർ ആംപ്ലിഫയറിന് വേണ്ടി നിർമ്മിച്ച ബോർഡാണെങ്കിലും നമ്മളിപ്പോൾ നോർമൽ ഓഡിയോ സിഗ്നൽ കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നീട് നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യുക, സബ്വൂഫർ ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വിയുടെ സബ്വൂഫർ ഫിൽറ്റർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, സബ്സോണിക് ടൈപ്പ് ഫിൽറ്റർ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നീട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് നോർമൽ ഓഡിയോ സിഗ്നൽ കൊടുത്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് നമ്മൾ കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കിയതിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ മാസ്റ്റബിൾ ബോർഡോ ഫിൽറ്റേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാതെ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്പോണൻസിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരിക, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സൗണ്ട് വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ സൗണ്ട് ഔട്ടിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വരിക, ഈവൻ ബാസ് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ബാസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സബ്വൂഫർ ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് ഒരു അടിപൊളി സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടാതെ നമുക്കിതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പവർ ഇപ്പോൾ ഒരു 27 ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 35 അല്ലെങ്കിൽ 36 DC ആണ് ഇതിലേക്ക് വരുന്നത്. കുറച്ചുകൂടി ഈ വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ 5.1 ആംപ്ലിഫയർ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഞാൻ അല്പം കൂടി വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു 30 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് DC ആക്കുമ്പോൾ നമുക്കൊരു 42 വോൾട്ടേജ് കിട്ടും. ആ ഒരു വോൾട്ടേജിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. നമ്മളിതിൻ്റെ ഹീറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ നേരം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടും വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ ഫുൾ പവറിലൊന്നും ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. സബ്വൂഫറൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ അല്പം കൂടി ഹീറ്റ് ആവുമായിരിക്കും, എങ്കിലും അതൊരു ഓവർ ഹീറ്റിലേക്ക് പോവില്ല. കാരണം ഇതിൻ്റെ ബയാസിംഗ് ഒക്കെ നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിൽ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ കുറച്ച് പവറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വോളിയം കുറച്ചൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നോർമൽ ഹീറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ. നമ്മുടെ 5.1 ആംപ്ലിഫയറിൽ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇടുന്നതാണ്.
ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെയ്ക്കും ഏവർക്കും ബൈ.